ലൈംഗികാരോപണത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ വരില്ല. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഇന്നലെ അന്തിമോപചാരം അർപ്പിച്ച് സഭ പിരിഞ്ഞെങ്കിലും ഇന്ന് രാഹുൽ വന്നാൽ കാര്യങ്ങൾ അത്ര സുഗമമാകില്ല എന്ന് പ്രതിപക്ഷത്തിന് അറിയാം. പോലീസ് കസ്റ്റഡി മർദ്ദനം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സഭയെ പ്രക്ഷുബ്ധമാക്കും. അമൽ തേനമ്പറമ്പിലുണ്ട് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം. അമൽ, ഗുഡ് മോർണിംഗ്. സഭയിൽ ഇന്നലെ രാഹുൽ വരുമോ ഇല്ലയോ എന്നതായിരുന്നു ആശങ്ക. അങ്ങനെ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇന്നലെ എത്തി. ഇന്ന് വരില്ല എന്ന് പറയുന്നു. വ്യക്തിപരമായ കാരണങ്ങളാണ് വരാത്തതിന് പിന്നിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? രാഹുൽ എന്താണെങ്കിലും ഇന്ന് സഭയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ രാഹുൽ സഭയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക തുടക്കം മുതൽ ഉണ്ടായിരുന്നു, ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ സഭാ നടപടികൾ തുടങ്ങി അന്തിമോപചാര പ്രസംഗം തുടങ്ങുന്ന സമയത്ത് സഭയിലേക്ക് എത്തി. തീരു മുൻപ് സഭയിൽ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ രാഹുലിനോട് ആവർത്തിച്ച് ചോദിച്ചു ഇന്ന് സഭയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം. പക്ഷേ രാഹുൽ അതിന് മറുപടി നൽകിയില്ല. പക്ഷേ വരുമെന്നുള്ളതായിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാഹുൽ സഭയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് പുറത്തുവിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല, ഇന്നത്തെ രാഹുലിൻ്റെ സഭയിലെ സാന്നിധ്യം പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. ഇന്ന് പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള വിഷയമാണ് അടിയന്തരപ്രമേയമായി പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരിക. അപ്പോൾ ആ വിഷയം സഭയിൽ ചർച്ചയാകുമ്പോൾ രാഹുൽ സഭയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം എന്ന് പറയുന്നത് രാഹുൽ വിഷയം തന്നെയായിരിക്കും. രാഹുലിൻ്റെ വിഷയം ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധത്തിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ വരേണ്ടതില്ല എന്നൊരു തീരുമാനം പാർട്ടി കൂടി അറിയിച്ചു, രാഹുലിനെ അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും രാഹുൽ ഇന്ന് സഭയിൽ ഉണ്ടാകില്ല. ഇന്ന് സഭയിൽ ഈ പോലീസിൻ്റെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഇന്ന് സഭയിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. രാഹുൽ സഭയിൽ ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും ഈ വിഷയം ഉയർത്തി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം ഇന്ന് പരമാവധി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഇന്നലെ സഭാ സമ്മേളനം കഴിഞ്ഞ് MLA ഹോസ്റ്റലിലേക്ക് എത്തി. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് SFIയുടെ പ്രതിഷേധം കണ്ടതാണ്. ഇന്നുകൂടി രാഹുൽ എത്തിയാൽ സ്വാഭാവികമായും വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു ബോധ്യത്തിനു കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ വരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ രാഹുൽ സഭയിലേക്ക് എത്തില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് നൽകാൻ കഴിയുന്ന വാർത്ത. മോത്തി.